വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്കാൽപ്പിൽ ഫോം ചെയ്യുന്ന ഡാൻഡ്രഫിനുള്ള ഒരു നാച്ചുറൽ ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ്. അതായത് ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഹെയർ പാക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ ഉള്ള സ്കിന്ന് ഒരു വൈറ്റ് കളറിൽ ഫ്ലേക്സിൻ്റെ ഒരു ഫോമിൽ ഇങ്ങനെ ഇളകിപ്പോകുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. ഒത്തിരി പേർക്ക് കണ്ടുവരുന്ന ഒരു ഇഷ്യൂ ആണ് ഈ ഒരു ഡാൻഡ്രഫ്. ഇപ്പോൾ ഡാൻഡ്രഫ് വന്നാൽ തന്നെ എന്താ പറയുക, ഒട്ടുമിക്ക ആൾക്കാർക്കും കണ്ടുവരുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി അത് വന്നിട്ട് ഹെയർഫോൾ ആയിരിക്കും അല്ലേ. അപ്പോൾ ഒത്തിരി അധികം ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഒത്തിരി ഹെയറും നമുക്ക് പോവാൻ തുടങ്ങും. അതേപോലെ തന്നെ ഹെയർ നരയ്ക്കാനും തുടങ്ങും. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഹെയറിൻ്റെ ഒരു ഗ്രോത്തിനെയും അതേപോലെ തന്നെ ഹെയർ ഡാമേജിനെയും ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു ഡാൻഡ്രഫ് വന്നിട്ട്. അപ്പോൾ ഒത്തിരി അധികം ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഒത്തിരി അധികം ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂസും അവൈലബിൾ ആണ് നമുക്കിപ്പോൾ സ്റ്റോഴ്സിൽ. അതുകൂടാതെ തന്നെ നമുക്ക് നാച്ചുറൽ റെമഡീസും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു നാച്ചുറൽ റെമഡിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് എന്താ പറയുക, നമ്മുടെ ഒരു ഡാൻഡ്രഫ് എന്ന് പറഞ്ഞ കണ്ടീഷൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് വേഴ്സ്റ്റ് ആയിട്ട് കണ്ടീഷൻ മാറാൻ തുടങ്ങും. അതായത് ഒത്തിരി ഡാൻഡ്രഫ് ഇങ്ങനെ കൂടാൻ തുടങ്ങും. അപ്പോൾ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ഷോൾഡറിലൊക്കെ വീണ് നമുക്ക് ഇച്ചിങ്സ് റെഡ്നെസ് ഒക്കെ ഫോം ചെയ്യും. മെയിൻ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ചൊറിച്ചിലായിരിക്കും. അപ്പോൾ ചൊറിയുന്ന സമയത്ത് നമ്മുടെ നഖത്തിൻ്റെ ഇടയിൽ കയറാം, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഷോൾഡർ ബാക്കിൽ അതൊക്കെ അങ്ങനെ വീഴാൻ തുടങ്ങും. വീണ് കഴിഞ്ഞാൽ അവിടെയൊക്കെ പിമ്പിൾസ് വരാം. അതേപോലെ നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വരാം. അങ്ങനത്തെ ഒത്തിരി അധികം ഇഷ്യൂസ് ഈ ഒരു ഡാൻഡ്രഫ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് രണ്ടേ സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. അതായത് നമ്മുടെ ഉണക്കി പൊടിച്ച ആര്യവേപ്പിൻ്റെ ഇലയും അതായത് നീം പൗഡറും നമ്മുടെ ബട്ടർമിൽക്ക് ഇല്ലേ, നമ്മുടെ മോര്, അതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നീം പൗഡറിൽ വന്നിട്ട് ഒത്തിരി അധികം ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സ്കാൽപ്പിനെ എഫക്റ്റ് ചെയ്യുന്ന ഈ ഒരു ഡാൻഡ്രഫ് എന്ന് പറഞ്ഞ ഒരു ഇൻഫെക്ഷനെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിന് നല്ലൊരു തണുപ്പും കിട്ടും. പിന്നെ നമ്മൾ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ ഒരു മോരാണല്ലോ, അതായത് ബട്ടർ മിൽക്ക്. അതായത് ഒത്തിരി അധികം പ്രോപ്പർട്ടീസ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് മോര്. അതായത് പ്രോട്ടീൻ കണ്ടൻറ്റ് ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കാം. അത് എന്നിട്ട് ഇങ്ങനെ തേക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ഈ ഒരു കുഞ്ഞു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടിയാണ്. അപ്പോൾ അത് നമ്മുടെ ഹെയറിൻ്റെ വോളിയം അനുസരിച്ച് നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. വളരെ നല്ല ഹെയർ ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ അത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രഷ് മോരാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് കുറച്ച് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ അതിനനുസരിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു പേസ്റ്റ് രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇലയിൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഫംഗൽ ഇൻഫെക്ഷനാണല്ലോ നമ്മുടെ സ്കാൽപ്പിനെ ബാധിക്കുന്ന ഈ ഒരു ഡാൻഡ്രഫ്. അതിനെ ഒന്ന് ഫൈറ്റ് ചെയ്തിട്ട് നിർത്താനും അതേപോലെ തന്നെ അതൊന്ന് റിമൂവ് ചെയ്ത് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് നീമിൻ്റെ പൗഡർ, അല്ലെങ്കിൽ നീം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇല. പിന്നെ ഈ ഒരു നമ്മുടെ മോര് വന്നിട്ട് മോരിൽ ഒത്തിരി അധികം പ്രോട്ടീൻസ് അടങ്ങിയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ വരുന്ന ഹെയറിന് ഒരു സ്ട്രെങ്ത്ത് കൊടുക്കും. അതേപോലെ ഒരു ഷൈനിങ് ആയിട്ടുള്ള ഒരു എപ്പിയറൻസും ഈ ഒരു പാക്ക് കൊടുക്കും. അപ്പോൾ അത് രണ്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതേപോലെ ആൻറ്റി ഡാൻഡ്രഫ് പോകാനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഹെയർ പാക്ക് വന്നിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഹെയർ പാക്ക് ഞാൻ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. അതിനു മുമ്പ് നമ്മുടെ ഹെയർ നമ്മൾ ഡീടാങ്കിൾ ചെയ്ത് വെക്കണം, അത് നിർബന്ധമാണ്. അപ്പോൾ ഞാൻ ഡീടാങ്കിൾ ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ഓയിലും കൂടെ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ വന്നിട്ട് ഹെയർ വന്നിട്ട് ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഹെയർ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. ഇത് നമ്മുടെ ഡാൻഡ്രഫിന് വേണ്ടിയിട്ടുള്ള ഒരു പാക്ക് ആയതുകൊണ്ട് തന്നെ കൂടുതലും നമ്മുടെ സ്കാൽപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുക. ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും കൂടുതലും സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു തണുപ്പൊക്കെ കിട്ടും നമ്മുടെ തലയിൽ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ഇതേപോലെ ഡിവൈഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. നമ്മുടെ സ്കാൽപ്പിൽ ഫ്രണ്ട് പോർഷൻസ്, അതേപോലെ 2 ചെവിയുടെയും ബാക്ക് സൈഡിൽ, പിന്നെ നമ്മുടെ ബാക്ക് പോർഷനിൽ ഹെയറിൻ്റെ ബാക്കിൽ അവിടെയൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അവിടെയൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഈ ഒരു ഡാൻഡ്രഫ് കണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു പോർഷൻസിലൊക്കെ ഇതൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പ് മൊത്തം കവർ ചെയ്യുന്ന വിധത്തിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ടൊരു 20 മിനിറ്റ്സ് വെക്കുക. ഏതൊരു ഹെയർ പാക്ക് ആണെങ്കിലും മാക്സിമം ഒരു 20 to 30 മിനിറ്റ്സ് മാത്രം വെക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ വെച്ചാൽ പാക്ക് നമ്മുടെ ഹെയറിലിരുന്നിട്ട് ഒത്തിരി അങ്ങ് ഡ്രൈ ആവാൻ തുടങ്ങും. അപ്പോൾ അത്രയും സമയം വെക്കാതെ ഒരു 20 to 30 മിനിറ്റ്സ് എങ്ങാനും വെച്ചിട്ട് അത് നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇതേപോലെ തേക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ആ ഒരു ഹെയർ പാക്ക് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഹെയർ പാക്ക് എന്ത് വെക്കുകയാണെങ്കിലും മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ്സ് ഒക്കെ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ അത്രയും ടൈം നമുക്കൊന്ന് വെക്കാം. എന്നിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്ത് കളയാം. ഇതൊരു നല്ലൊരു ഹെയർ പാക്കാണ്. നമ്മുടെ ഡാൻഡ്രഫിനൊക്കെ ഒന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെമഡിയാണിത്. അപ്പോൾ അതെന്തായാലും ഒരു 20 മിനിറ്റ്സ് ഞാൻ വെച്ചിട്ട് വാഷ് ചെയ്യാം. ഹലോ, അപ്പോൾ ഞാൻ കുളിച്ച് വന്നു. നമ്മൾ ഹെയറൊക്കെ വാഷ് ചെയ്തു കേട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഡാൻഡ്രഫൊക്കെ ഉള്ളവർക്ക് നല്ലൊരു അടിപൊളി പാക്കാണിത്. ഡാൻഡ്രഫൊക്കെ മാറാനും റിമൂവ് ചെയ്ത് കിട്ടാനൊക്കെ നല്ലൊരു പാക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു ആഴ്ചയിൽ പറ്റുകയാണെങ്കിൽ ഒരു 2 ദിവസം ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമുക്കൊരു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.